ഹലോ എനിമി ലവേഴ്സ്. അപ്പോൾ ഇന്ന് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് ദ ബിഗിനിങ് ആഫ്റ്റർ ദെൻറ്റിൻ്റെ മാൻഹയുടെ ചാപ്റ്റർ 54 മുതൽ 57 വരെയുള്ള 3 ചാപ്റ്റേഴ്സാണ്. സോ ഈ വീഡിയോ കാണുന്നതിന് മുമ്പ് നിങ്ങൾ ദ ബിഗിനിങ് ആഫ്റ്റർ ദെൻറ്റിൻ്റെ 12ാമത്തെ എപ്പിസോഡ് തീർച്ചയായിട്ടും കണ്ടിരിക്കണം. 12ാമത്തെ എപ്പിസോഡിൽ നിങ്ങൾ എത്ര പേര് നമ്മുടെ സിൽവീനെ ശ്രദ്ധിച്ചിട്ടുണ്ട്? സോ 12ാമത്തെ എപ്പിസോഡിൻ്റെ തുടക്കത്തിലൊക്കെ നമ്മുടെ സിൽവി ആർത്തറിൻ്റെ കൂടെ ഉണ്ട്. പക്ഷേ നമ്മുടെ ആർത്തറും ജാസ്മിനും ആ ഗേറ്റ് കടന്നുകൊണ്ട് ബീസ്റ്റ് ഗ്ലേഡ്സ് എന്ന സ്ഥലത്തെത്തുമ്പോൾ നമ്മുടെ ആർത്തറിൻ്റെ കൂടെ സിൽവീനെ കാണാനില്ല. സോ ചിലർക്കെങ്കിലും ഡൗട്ട് ഉണ്ടാക്കും നമ്മുടെ സിൽവി എവിടെ പോയെന്ന്. സോ അത് നമുക്ക് നോക്കാം. അപ്പോൾ 54ാമത്തെ ചാപ്റ്ററിൽ നമ്മുടെ ജാസ്മിനും ആർത്തറും ആ ഗേറ്റ് കടന്നുകൊണ്ട് ബീസ്റ്റ് ഗ്ലേഡ്സ് എന്ന സ്ഥലത്ത് എത്തുന്നത് മുതലാണ് നമ്മൾ ഈ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ ഈ ബീസ്റ്റ് ഗ്ലേഡ്സ് എന്ന സ്ഥലം ഒരു ഡെഞ്ചോണാണ്. ഇവിടെ ധാരാളം മാന ബീസ്റ്റേഴ്സ് ഉണ്ട്. സോ ധാരാളം അഡ്വഞ്ചേഴ്സ് അവരുടെ ക്വസ്റ്റുകൾ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ട് വരാറുണ്ട്. ഉദാഹരണത്തിന് ഒരു ബീസ്റ്റിനെ ഡിഫീറ്റ് ചെയ്തിട്ട് അവയുടെ ബീസ്റ്റ് കോർ എടുത്തിട്ടുണ്ടെങ്കിൽ അത് ഇവിടുത്തെ പട്ടണത്തിൽ വിറ്റ് കഴിഞ്ഞാൽ ധാരാളം പൈസ ലഭിക്കും. അപ്പോൾ നമ്മുടെ ആർത്തർ ചോദിക്കുന്നുണ്ട്, ഈ സ്ഥലം വളരെ ശാന്തമാണല്ലോ. അപ്പോൾ നമ്മുടെ ജാസ്മിൻ പറയുന്നുണ്ട്, ഈ സ്ഥലമൊക്കെ ഓൾറെഡി ഇവിടുത്തെ അഡ്വഞ്ചേഴ്സുമാർ പര്യവേഷണം ചെയ്ത് കഴിഞ്ഞ സ്ഥലങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഈ സ്ഥലം ഫുള്ള് സേഫാണ്. നമ്മൾ പോകേണ്ട സ്ഥലം ഇതല്ല. നമ്മൾ പോകേണ്ട സ്ഥലത്ത് എത്തണമെങ്കിൽ ഏകദേശം ഒരു ദിവസമെങ്കിലും എടുക്കും. രാത്രിയായാൽ കൂടുതൽ അപകടമാണ്. അതുകൊണ്ട് നമുക്ക് വേഗം പോകണം. സോ അപ്പോൾ നമ്മുടെ സിൽവി ആണെങ്കിൽ ഇത്രയും കാലം ഒരു വീട്ടിനുള്ളിലൊക്കെ കഴിഞ്ഞതിന് ശേഷം പെട്ടെന്ന് ഈ പച്ചപ്പും അതുപോലെ ഈ കാടൊക്കെ കണ്ടപ്പോൾ അവൾക്കാകെ സന്തോഷം തോന്നിയിട്ട് അവളങ്ങോട്ട് ചാടുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ജാസ്മിൻ പറയുന്നുണ്ട്, നമുക്ക് സമയമില്ല, നമുക്ക് എത്രയും പെട്ടെന്ന് പോകണം. നീ നിൻ്റെ പെറ്റിനെ കൂടെ കൂട്ടുന്നില്ലേ? അപ്പോൾ നമ്മുടെ ആർത്തർ പറയുന്നുണ്ട്, അവൾ ഈ പച്ചപ്പൊക്കെ കണ്ടതിൻ്റെ സന്തോഷത്തിലാണ്. അവളത് എൻജോയ് ചെയ്തോട്ടെ. എനിക്കെന്തായാലും അവളിനായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും. സോ നമ്മുടെ ആർത്തറിനും അതുപോലെ സിൽവിക്കും അവരുടെ മൈൻഡ് വഴി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും. അത് എത്ര ദൂരത്തിലാണെങ്കിലും അവർക്കത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ആർത്തർ പറയുന്നുണ്ട്, നമുക്കിപ്പോൾ പോവാം, സിൽവി സേഫായിരിക്കും, എനിക്ക് അവളെ എപ്പോൾ വേണമെങ്കിലും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മുടെ ജാസ്മിൻ പറയുന്നുണ്ട്, എന്നാൽ നമുക്ക് പോകാം, നമ്മൾ എത്തേണ്ട സ്ഥലത്തേക്ക് കുറേ ദൂരം പോകാനുണ്ട് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ജാസ്മിൻ ഓടുന്നു. അപ്പോൾ നമ്മുടെ ആർത്തറും അവളുടെ പിന്നാലെ ഓടുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ആർത്തർ ചിന്തിക്കുന്നുണ്ട്, സോ ഈ ഫീലായിരിക്കും മാതാപിതാക്കൾ അവരുടെ കുട്ടികളെ ആദ്യമായിട്ട് സ്കൂളിലാക്കി പോകുമ്പോൾ അവർക്കുണ്ടാവുന്ന ഫീല്. സിൽവി, നീ സേഫായിട്ടിരിക്കേ. സോ അങ്ങനെ ഇവർ കുറേ ദൂരം പോയതിന് ശേഷം ഒരു സ്ഥലത്ത് വിശ്രമിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ആർത്തറാണെങ്കിൽ ക്ഷീണിച്ചുകൊണ്ട് പറയുന്നുണ്ട്, സിൽവി എന്നെ പഠിപ്പിച്ച മാന റൊട്ടേഷൻ ടെക്നിക്ക് ഇല്ലായിരുന്നെങ്കിൽ എനിക്ക് ജാസ്മിൻ്റെ കൂടെ ഇത്രയ്ക്കും ദൂരം ഓടാൻ പറ്റിയിരുന്നില്ല. അപ്പോൾ നമ്മുടെ ജാസ്മിൻ പറയുന്നുണ്ട്, ആർത്തർ നീ ലൈറ്റ് റെഡ് കോറല്ലേ, നിൻ്റെ വേഗത വളരെ കുറവാണെങ്കിലും ഞാൻ ഇമ്പ്രസ്ഡായി. എന്തായാലും കുറച്ച് നേരം വിശ്രമിക്കാമെന്ന് ഞാൻ കരുതി എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ജാസ്മിന് ആർത്തറിൻ്റെ ഫയർ മാജിക് ഉപയോഗിച്ചുകൊണ്ട് ആ തീ കത്തിക്കുന്നുണ്ട്. സോ നമ്മുടെ ജാസ്മിൻ്റെ ഒരു കാര്യം. സോ അങ്ങനെ സമയം രാത്രി ആയിരിക്കുന്നു. അപ്പോൾ നമ്മുടെ ജാസ്മിൻ ചോദിക്കുന്നുണ്ട്, ആർത്തർ നിൻ്റെ പെറ്റ് ഇതുവരെ തിരിച്ചു വന്നിട്ടില്ലല്ലോ? അപ്പോൾ നമ്മുടെ ആർത്തർ പറയുന്നുണ്ട്, അവളെക്കുറിച്ച് പേടിക്കേണ്ട കാര്യമില്ല, അവൾ എനിക്കിപ്പോഴും സന്ദേശങ്ങൾ അയച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, അവളിവിടെ വന്നതിൽ വളരെ ഹാപ്പിയാണ്. അപ്പോൾ നമ്മുടെ ജാസ്മിൻ പറയുന്നുണ്ട്, അതെ, അവൾ ഇത്രയും കാലം ഒരു വീട്ടിനുള്ളിൽ താമസിച്ചിട്ട് അവൾക്ക് ശ്വാസം മുട്ടി തോന്നുന്നു, ഇപ്പോഴായിരിക്കും അവൾക്കൊന്ന് ആശ്വാസം കിട്ടിയത്. അപ്പോൾ നമ്മുടെ ആർത്തർ പറയുന്നുണ്ട്, അതെ, അവൾ തീർച്ചയായിട്ടും ഈ നിമിഷങ്ങളൊക്കെ എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ അതിനുശേഷം നമ്മുടെ ആർത്തർ ജാസ്മിനോട് ചോദിക്കുന്നുണ്ട്, ജാസ്മിൻ നീ ഒരു അഡ്വഞ്ചർ ആവാനുള്ള കാരണം എന്താണ്? അപ്പോൾ നമ്മുടെ ജാസ്മിൻ ഒന്നും മിണ്ടാതെ നിൽക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ആർത്തർ അവൻ്റെ മനസ്സിൽ ചിന്തിക്കുന്നുണ്ട്, ഞാൻ വേണ്ടാത്ത വല്ലതും ചോദിച്ചോ? അപ്പോൾ നമ്മുടെ ജാസ്മിൻ പറയുന്നുണ്ട്, ഞാൻ എൻ്റെ ഫാമിലിയിൽ നിന്ന് അകത്ത് നിൽക്കാനാണ് ഞാനൊരു അഡ്വഞ്ചറായത്. അപ്പോൾ നമ്മുടെ ആർത്തർ അവൻ്റെ മനസ്സിൽ ചിന്തിക്കുന്നുണ്ട്, സോ ഞാൻ വിചാരിച്ചത് ശരിയാണ്, ഇവളുടെ ഫാമിലിയെ ഹേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ജാസ്മിൻ പറയുന്നുണ്ട്, നീ അത് അഡ്വഞ്ചേഴ്സ് ഗിൽഡിൽ വെച്ച് ശ്രദ്ധിച്ചിട്ടുണ്ടാകും അല്ലേ? ഫ്ലെയിംസ് വർത്ത് ഹൗസ് ഈ രാജ്യത്തെ തന്നെ ഏറ്റവും മികച്ച ഫയർ മേജസിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നൊരു ഹൗസാണ്. ആ ഹൗസിലാണ് ഞാൻ ജനിച്ചത്. ആ ഹൗസിൽ ഏറ്റവും ചെറുപ്പത്തിൽ മാന വേക്ക് ചെയ്തത് ഞാനായിരുന്നു. അതുകൊണ്ട് തന്നെ അവർക്കെല്ലാവർക്കും എന്നിൽ നല്ല പ്രതീക്ഷ ഉണ്ടായിരുന്നു. പക്ഷേ എനിക്ക് ഫയർ മാജിക് ഉപയോഗിക്കാൻ കഴിയില്ല എന്നറിഞ്ഞപ്പോൾ അവരെന്നെ ഒന്നിനും കൊള്ളില്ലാത്തവളെന്ന് വിളിച്ചു. അപ്പോൾ നമ്മുടെ ആർത്തർ ദേഷ്യപ്പെട്ടുകൊണ്ട് പറയുന്നുണ്ട്, ഇതെന്തൊരു വിഡ്ഢിത്തമാണ്. മാന കോഴ്സിനാണെങ്കിൽ അതിൻ്റെ സ്ട്രെങ്ത്തിനുള്ള ലെവൽസ് ഉണ്ട്, പക്ഷേ എലമെൻസിന് ലെവൽസ് ഇല്ല. ഒരു എലമെൻറ്റ് മറ്റു എലമെൻറ്റിനേക്കാൾ പവർഫുള്ളാണെന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല. ആ എലമെൻറ്റ് എങ്ങനെ ഉപയോഗിക്കുന്നു എന്നതിനനുസരിച്ചിട്ടായിരിക്കും അതിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ജാസ്മിൻ ചിരിച്ചുകൊണ്ട് പറയുന്നുണ്ട്, ആർത്തർ നിന്നെ ഞാൻ ഇതിനു മുമ്പ് ഇത്രയ്ക്കും ദേഷ്യപ്പെട്ടിട്ട് കണ്ടിട്ടില്ല. അപ്പോൾ നമ്മുടെ രാജാവ് ചിന്തിക്കുന്നുണ്ട്, ജാസ്മിൻ എൻ്റെ പഴയ ലൈഫിനെ ഓർമ്മപ്പെടുത്തി. കാരണം എൻ്റെ പഴയ ലൈഫിൽ ഞാൻ ഒന്നിനും കൊള്ളില്ലാത്തവനായിരുന്നു. എന്നിട്ട് ആർത്തർ പറയുന്നുണ്ട്, പക്ഷേ അത് വളരെ ക്രൂരമായ കാര്യമാണ്. അപ്പോൾ നമ്മുടെ ജാസ്മിൻ പറയുന്നുണ്ട്,
ഫയർ എലമെൻ്റാണ് ഏറ്റവും ശക്തമായ എലിമെൻ്റ് എന്ന് വിചാരിക്കുന്നത് ഞങ്ങളുടെ കുടുംബത്തിൻ്റെ ഒരു സ്വഭാവമാണ്. പക്ഷേ അതിനൊക്കെ ശേഷം ഞാൻ ടിൻ ഹോൺസ് അംഗങ്ങളെ പരിചയപ്പെട്ടു. അവരെന്നോട് നല്ല രീതിയിൽ പെരുമാറി. അവരെൻ്റെ ജീവിതം ശരിക്കും മാറ്റിമറിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ജാസ്മിൻ ആർത്തറിൻ്റെ വാട്ടർ മാജിക് ഉപയോഗിച്ചുകൊണ്ട് ആ തീയെല്ലാം അണയ്ക്കുന്നു. സോ അതിനുശേഷം ഇവർ രണ്ടുപേരും കിടന്നുറങ്ങാൻ പോകുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ജാസ്മിൻ ആർത്തറിനോട് ചോദിക്കുന്നുണ്ട്, ആർത്തർ, നിൻ്റെ ഗാർഡായിട്ട് എന്നെ തിരഞ്ഞെടുക്കാൻ ഞാൻ നിന്നെ സമ്മർദ്ദം ചെലുത്തിയതായിട്ട് തോന്നുന്നു. ടിൻ ഹോൺസ് അംഗങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഞാൻ നിന്നോട് വളരെ സൗഹൃദപരമായി പെരുമാറിയിട്ടില്ല. അതുപോലെ ടിൻ ഹോൺസ് അംഗങ്ങളിൽ ഏറ്റവും അറിവുള്ള വ്യക്തിയും ഞാനല്ല. അതുകൊണ്ട് നിൻ്റെ ഗാർഡിയൻ ആവുന്നതിന് മുമ്പ് ഞാൻ നിന്നോട് നിൻ്റെ അഭിപ്രായം ചോദിക്കണമായിരുന്നു. അപ്പോൾ നമ്മുടെ ആർത്തർ പറയുന്നുണ്ട്, നിങ്ങൾ ശരിക്കും വളരെയധികം സെൻസിറ്റീവാണ്. അപ്പോൾ നമ്മുടെ ജാസ്മിൻ പറയുന്നുണ്ട്, നിൻ്റെ വയസ്സിന് മൂപ്പുള്ളവരെ കളിയാക്കുന്നത് അത്ര നല്ല കാര്യമല്ല. അപ്പോൾ നമ്മുടെ ആർത്തർ പറയുന്നുണ്ട്, നിങ്ങളെൻ്റെ ഗാർഡിയൻ ആവാൻ സ്വയം തീരുമാനമെടുത്തതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. ഞാൻ എന്ത് തെറ്റ് ചെയ്താലും അത് തെറ്റാണെന്ന് പറയാൻ നിങ്ങളൊരു മടിയും കാണിക്കുന്നില്ല. അങ്ങനെ ഒരാളെ എനിക്ക് ആവശ്യമുണ്ട്. കാരണം ഞാൻ ചിലപ്പോൾ എൻ്റെ അതിര് കടന്നു പോകാൻ ചാൻസ് ഉണ്ട്. ശരി, ഇപ്പം നമുക്ക് കുറച്ച് നേരം ഉറങ്ങാം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ആർത്തർ ഉറങ്ങുന്നു. അപ്പോൾ നമ്മുടെ ജാസ്മിൻ ചിന്തിക്കുന്നുണ്ട്, അത് വളരെ വിചിത്രമാണ്. ഞാൻ ആർത്തറുമായിട്ട് സംസാരിക്കുമ്പോൾ ഒരു കുട്ടിയായിട്ട് സംസാരിക്കുന്ന പോലെ എനിക്ക് തോന്നുന്നില്ല. എന്തായാലും അവൻ ഉറങ്ങിയിട്ടുണ്ടാകും. സോ അതിനുശേഷം സമയം രാവിലെ ഇരിക്കുന്നു. നമ്മുടെ ആർത്തറിൻ്റെ മുകളിൽ ഒരു ജീവി ഇരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ആർത്തർ പറയുന്നുണ്ട്, സിൽവി, നിനക്ക് ഇത്രക്കും ഭാരം വെച്ചോ? നീ എൻ്റെ മേത്ത് കിടന്ന് ഉറങ്ങുകയാണോ എന്ന് പറഞ്ഞിട്ട് അവൻ കണ്ണുറക്കുമ്പോൾ വ്യത്യസ്ത തരത്തിലുള്ള ഒരു ജീവിനെ കാണുന്നുണ്ട്. പെട്ടെന്ന് തന്നെ അവൻ എൻ്റെ അമ്മയെ എന്ന് വിളിച്ചുകൊണ്ട് നിലവിളിക്കുന്നുണ്ട്. അപ്പോൾ ആ ജീവി അവിടുന്ന് ഓടുന്നു. സോ അപ്പോൾ നമ്മുടെ ആർത്തറിൻ്റെ ഫ്രണ്ടിൽ കുറച്ച് മീൻ ഫ്രൈ ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ജാസ്മിന് ആർത്തറിൻ്റെ പിന്നീന്നോണ്ട് പറയുന്നുണ്ട്, അഹാഹാ, ഈ രാവിലത്തെ കോമഡി ഷോ ഞാൻ നന്നായിട്ട് ആസ്വദിച്ചു. ഗുഡ് മോർണിംഗ് ആർത്തർ. അപ്പോൾ നമ്മുടെ ആർത്തർ പറയുന്നുണ്ട്, ജാസ്മിൻ, എന്നെ കുറച്ച് നേരത്തെ വിളിക്കായിരുന്നില്ലേ? അങ്ങനെയാണെങ്കിൽ ഞാനും തീ കൂട്ടാനും മീനിനെ പിടിക്കാനും എല്ലാം സഹായിച്ചിരുന്നു. അപ്പോൾ ജാസ്മിൻ പറയുന്നുണ്ട്, ഞാൻ നിന്നെ എത്ര വട്ടം വിളിച്ചെന്ന് എനിക്കറിയോ, എന്നിട്ടും നീ എണീറ്റില്ല. അപ്പോൾ നമ്മുടെ ആർത്തർ പറയുന്നുണ്ട്, വിളിച്ചിരുന്നല്ലേ, സോറി, അതിൻ്റെ ഒരു ശീലമാണ്. സോ നമുക്കറിയാലോ ആർത്തറിൻ്റെ ഈ ശീലം. നമ്മുടെ ടെസ്സിയാണ് നമ്മുടെ ആർത്തറിനെന്നും വിളിക്കാറ്. അവൾ വിളിച്ചാൽ പോലും രണ്ടാമത്തെ മൂന്നാമത്തെ വിളിയിൽ ആർത്തർ നീക്കാറുള്ളൂ. അപ്പോൾ നമ്മുടെ ജാസ്മിൻ പറയുന്നുണ്ട്, എന്തായാലും നീ ഇപ്പം എണീറ്റല്ലോ, നമുക്കെന്തെങ്കിലും കഴിക്കാം, നീ നിൻ്റെ പെറ്റിനെ വിളിക്ക്. അപ്പോൾ നമ്മുടെ ആർത്തർ അവൻ്റെ മൈൻഡിലൂടെ സിൽവിയുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു. സിൽവി, വാ, നമുക്കെന്തെങ്കിലും കഴിക്കാം. അപ്പോൾ നമ്മുടെ സിൽവി ആണെങ്കിൽ ഒരു ജീവിയെ കടിച്ചു പിടിച്ചുകൊണ്ട് പറയുന്നുണ്ട്, എനിക്കിവിടെ ഫുഡുണ്ട്. അപ്പോൾ നമ്മുടെ ആർത്തർ പറയുന്നുണ്ട്, സിൽവി വരില്ല എന്നാണ് തോന്നുന്നേ, അവൾക്ക് വേറെ ഫുഡ് കിട്ടി. അപ്പോൾ ഇവർ രണ്ടുപേരും അവിടെ ഉണ്ടായിരുന്ന ഫുഡൊക്കെ തീർക്കുന്നു. അതിനുശേഷം ആർത്തർ ചോദിക്കുന്നുണ്ട്, സോ ഇനി എന്താ പരിപാടി? അപ്പോൾ നമ്മുടെ ജാസ്മിൻ പറയുന്നുണ്ട്, ആക്ച്വലി ഞാൻ നിന്നെ ഇങ്ങോട്ട് കൊണ്ടുവരാനുള്ള കാരണം നിന്നോടൊപ്പം ഫൈറ്റ് ചെയ്യാൻ വേണ്ടിയാണ്. അപ്പോൾ നമ്മുടെ ആർത്തർ പറയുന്നുണ്ട്, ഫൈറ്റ് ചെയ്യാനോ? അപ്പോൾ നമ്മുടെ ജാസ്മിൻ പറയുന്നുണ്ട്, നിൻ്റെ പോരാട്ട രീതി എന്താണെന്ന് എനിക്ക് മനസ്സിലായി. നിൻ്റെ മനസ്സിലുണ്ട് എങ്ങനെയാണ് അറ്റാക്ക് ചെയ്യേണ്ടതെന്നൊക്കെ. പക്ഷേ നിൻ്റെ ശരീരം അത് കേൾക്കുന്നില്ല. നിൻ്റെ ശരീരത്തിന് അതിനുള്ള ക്ഷമതയില്ല. അപ്പോൾ നമ്മുടെ ആർത്തർ പറയുന്നുണ്ട്, നല്ല ആശയം, ഏത് തരത്തിലുള്ള ഫൈറ്റാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്? അപ്പോൾ നമ്മുടെ ജാസ്മിൻ പറയുന്നുണ്ട്, ഏതെങ്കിലും ഡെഞ്ച് സോണിലേക്ക് കയറുന്നതിന് മുമ്പോ അല്ലെങ്കിൽ ഏതെങ്കിലും മെഷീനിൽ പോകുന്നതിന് മുമ്പോ എനിക്ക് നിൻ്റെ ശാരീരിക പരിമിതികൾ അറിയേണ്ടതുണ്ട്. അതുകൊണ്ട് നീ നിൻ്റെ മാനം ഉപയോഗിക്കാതെ നിൻ്റെ സോഡ് വെച്ചിട്ട് ഫൈറ്റ് ചെയ്യാൻ വാ. അപ്പോൾ നമ്മുടെ ആർത്തർ പറയുന്നുണ്ട്, ഓ എനിക്ക് മനസ്സിലായി. എന്നിട്ട് അവൻ്റെ സോഡ് എടുക്കാൻ നിൽക്കുമ്പോൾ നമ്മുടെ ജാസ്മിൻ പറയുന്നുണ്ട്, നിൻ്റെ മറ്റേ സോഡ് എടുക്ക്. അപ്പോൾ ആർത്തർ പറയുന്നുണ്ട്, നിനക്കത് ഒരു സോഡാണെന്ന് എങ്ങനെ മനസ്സിലായത്? അപ്പോൾ ജാസ്മിൻ പറയുന്നുണ്ട്, ഒരു കാരണവും ഇല്ലാതെ ഒരാൾ ഒരു വടി കൊണ്ട് നടക്കില്ലല്ലോ. അപ്പോൾ നമ്മുടെ ആർത്തർ പറയുന്നുണ്ട്, ശരി, നമ്മൾ ഇവിടെ വെച്ചിട്ടാണോ ഫൈറ്റ് ചെയ്യുന്നത്? അപ്പോൾ നമ്മുടെ ജാസ്മിൻ പറയുന്നുണ്ട്, അല്ല, നമുക്കങ്ങോട്ട് കുറച്ച് മാറി നിൽക്കാം, അവിടെ വിശാലമായ സ്ഥലമുണ്ട്. അപ്പോൾ നമ്മുടെ ആർത്തർ ചോദിക്കുന്നുണ്ട്, നിങ്ങൾ തയ്യാറല്ലേ? അപ്പോൾ നമ്മുടെ ജാസ്മിൻ പറയുന്നുണ്ട്, അതെ. അങ്ങനെ ഇവർ തമ്മിലുള്ള ഫൈറ്റ് ആരംഭിക്കുന്നു. നമ്മുടെ ജാസ്മിന് 2 സോഡാണ് ഉപയോഗിക്കുന്നത്. നമ്മുടെ ആർത്തറിനെ ആ സോഡ് വെച്ചിട്ട് അറ്റാക്ക് ചെയ്യാൻ നോക്കുന്നുണ്ട്. പക്ഷെ നമ്മുടെ ആർത്തർ അതിൽ നിന്നെല്ലാം ഒഴിഞ്ഞു മാറുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ആർത്തർ അവൻ്റെ മനസ്സ് ചിന്തിക്കുന്നുണ്ട്, ജാസ്മിനുമായിട്ടുള്ള ഈ പോരാട്ടം, കാസ്പിയനുമായിട്ടുള്ള പോരാട്ടത്തിന് ശേഷം എനിക്കുണ്ടായിട്ടുള്ള ഭയങ്ങളെക്കുറിച്ച് എനിക്ക് മനസ്സിലാക്കി തന്നു. സോ ഈ ഫൈറ്റിലാണെങ്കിൽ നമ്മുടെ ജാസ്മിൻ അവളുടെ 2 സോഡും വെച്ചുകൊണ്ട് നമ്മുടെ ആർത്തറിനെ അറ്റാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ആർത്തർ അതിൽ നിന്നെല്ലാം ഒഴിഞ്ഞു മാറുന്നുണ്ട്. അങ്ങനെ ഈ ഫൈറ്റിൻ്റെ അവസാനത്തിൽ നമ്മുടെ ആർത്തർ പറയുന്നുണ്ട്, നീ വിജയിച്ചു. അപ്പോൾ നമ്മുടെ ജാസ്മിൻ പറയുന്നുണ്ട്, നിൻ്റെ ശാരീരിക ക്ഷമത വളരെ കുറവാണ്. അതുപോലെ നിൻ്റെ ചലനങ്ങൾ ഇടയ്ക്കിടെ തെറ്റുന്നുണ്ട്. എന്നാൽ കൃത്യമായ ടെക്നിക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് നിനക്കിതെല്ലാം മറികടക്കാൻ പറ്റും. കൂടാതെ നീ ഫൈറ്റ് ചെയ്യുമ്പോഴുള്ള നിൻ്റെ ശ്രദ്ധയും അതുപോലെ റിഫ്ലക്സും വളരെ മികച്ചതാണ്. ഏതാണ്ട് ഭയാനകമാണ്. അപ്പോൾ നമ്മുടെ ആർത്തർ പറയുന്നുണ്ട്, നന്ദി. പക്ഷേ നിങ്ങൾ നിങ്ങളുടെ മുഴുവൻ കഴിവും പുറത്തെടുക്കാതെ എളുപ്പത്തിലാണ് എന്നെ നേരിട്ടതെന്ന് എനിക്കറിയാം. അപ്പോൾ നമ്മുടെ ജാസ്മിൻ പറയുന്നുണ്ട്,
പക്ഷേ നീ നിന്റെ മാജിക് ഉപയോഗിച്ചുകൊണ്ടും അതുപോലെ മിഷൻസിലും ഡെഞ്ചിയോൺ ടൈപ്സിലും ഏർപ്പെട്ടുകൊണ്ടും നിന്റെ ശക്തി നിനക്ക് വർദ്ധിപ്പിക്കാൻ കഴിയും. നീ ഒരു ചെറുപ്പക്കാരനാകുമ്പോഴേക്കും. അപ്പോൾ നമ്മുടെ ആർത്തർ പറയുന്നുണ്ട്, ചെറുപ്പക്കാരനാകുമ്പോഴത്തേക്കോ? അത് വളരെ നീണ്ട സമയമാണ്. എനിക്കെൻ്റെ മാനയെ നിയന്ത്രിക്കുന്ന കാര്യത്തിൽ ഞാൻ വളരെ മികച്ചതാണ്. അതുകൊണ്ട് ഞാൻ എൻ്റെ മാനയെ ആശ്രയിക്കാതെ എൻ്റെ വാൾ പോരാട്ടത്തിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പോവുകയാണ്. അപ്പോൾ നമ്മുടെ ജാസ്മിൻ പറയുന്നുണ്ട്, നീ എന്താണ് പറഞ്ഞു വരുന്നത്? നീ നിൻ്റെ മാന ഉപയോഗിക്കാതെ നിൻ്റെ സോഡ് മാത്രം ഉപയോഗിച്ചുകൊണ്ട് ഡെഞ്ചിയോൺസിൽ ഇറങ്ങിയിട്ട് ഫൈറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെന്നാണോ? നിനക്കറിയില്ല, ഡെഞ്ചിയോൺസിൽ പലതരത്തിലുള്ള മാന ബീസ്റ്റേഴ്സ് ഉണ്ടാകും. അവരെ ഒരു സോഡ് ഉപയോഗിച്ചുകൊണ്ട് മാത്രം തോൽപ്പിക്കാൻ കഴിയില്ല. നിൻ്റെ മാന കൂടി ഉപയോഗിക്കേണ്ടി വരും. അതുമാത്രമല്ല, പരിചയക്കുറവുള്ള സോർട്സ്മാൻമാർക്ക് ഒരു മികച്ച സോർട്സ്മാൻ ആവാൻ പതിറ്റാണ്ടുകൾ സമയമെടുക്കും. അപ്പോൾ നമ്മുടെ ആർത്തർ പറയുന്നുണ്ട്, 2 വർഷം മാത്രം മതി എനിക്ക് മികച്ചൊരു സോഴ്സ്മാൻ ആവാൻ വേണ്ടി. സോ ആ ഷൂട്ട് കട്ട് ചെയ്തതിന് ശേഷം ഇപ്പോൾ നമ്മുടെ ആർത്തർ ചോദിച്ചാൽ 2 വർഷം കഴിഞ്ഞിരിക്കുന്നു. അവൻ ജാസ്മിന് കൊടുത്ത ആ വാക്ക് അതവൻ പാലിച്ചിരിക്കുന്നു. അവനിപ്പോൾ ഒരു ഫേമസ് ആയ സോഴ്സ്മാനാണ്. അവനെ പറ്റിയാണ് ഇപ്പോൾ എല്ലാവരും ചർച്ച ചെയ്യുന്നത്. എല്ലാവരും കുടിച്ച് അവനൊരു പേര് ഇട്ടിട്ടുണ്ട്, ദ മാസ്ക്ഡ് സോഴ്സ്മാൻ. സോ ഇപ്പോൾ 2 പേര് ഒരു ബാർ ഇരുന്നുകൊണ്ട് സംസാരിക്കുന്നുണ്ട്. അതിലൊരാൾ പറയുന്നുണ്ട്, നീ ആ റൂമേഴ്സ് കേട്ടോ? അപ്പോൾ മറ്റേ ആൾ പറയുന്നുണ്ട്, ഓ കാഗുൽ, നീ പറയുന്നത് ആ മാസ്ക്ഡ് സോഴ്സ്മാനെ കുറിച്ചിട്ടാണോ? വെറും വിഡ്ഢിത്തം. അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന മറ്റൊരാൾ പറയുന്നുണ്ട്, അല്ല അതൊക്കെ ശരിയാണ്, എൻ്റെ ഒരു സുഹൃത്ത് അവനെ കണ്ടു. അവൻ ശരിക്കും ഒരു ചെറിയ കുട്ടിയാണ്. ജാസ്മിൻ ഫ്ലെയിംസ്വർത്തിൻ്റെ കൂടെയാണ് അവൻ നടക്കുന്നത്. അപ്പോൾ മറ്റാൾ പറയുന്നുണ്ട്, നീ ഇത് കേട്ടോ? അവൻ ഒറ്റയ്ക്ക് ഒരു ഡെഞ്ചിയോൺ മൊത്തം ക്ലിയർ ചെയ്തത്രേ. ഇതൊക്കെ നടക്കുന്ന കാര്യമാണോ? ഒരു ബി ക്ലാസ്സിലുള്ള ഓഗുമെൻറ്ററിന് ഒരു ലോ ക്ലാസ്സിലുള്ള ഡെഞ്ചിയോൺ പോലും മുഴുവനായിട്ട് ക്ലിയർ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ മറ്റേ ആൾ പറയുന്നുണ്ട്, അതെ ഈ റൂമേഴ്സിൽ കുറച്ചൊക്കെ കെട്ടി ചമച്ചാന്ന് തോന്നുന്നു. അവൻ്റെ ഒപ്പം ജാസ്മിൻ ഫ്ലെയിംസ്വർത്തും നടക്കാറുണ്ട്. അവൾ ചിലപ്പോൾ അവനെ സഹായിച്ചിട്ടുണ്ടാകും. അപ്പം മറ്റാൾ പറയുന്നുണ്ട്, നീ പറഞ്ഞത് ശരിയാണ്, ആ സോഴ്സ്മാന് അത്രയ്ക്കും കഴിവൊന്നും ഉണ്ടാകില്ല. ഈ പകുതി റൂമേഴ്സും ജാസ്മിനെ കുറിച്ചിട്ടായിരിക്കും. അവളുടെ ക്രെഡിറ്റ് ഇവൻ തട്ടിയെടുത്തതായിരിക്കും. അവനെ എൻ്റെ കയ്യിൽ കിട്ടട്ടെ, ഞാൻ അവനെ തോൽപ്പിച്ചു തരാം. അപ്പം മറ്റേ ചിന്തിക്കുന്നുണ്ട്, ഈ മാസ്ക്ഡ് സോഴ്സ്മാനെ കുറിച്ചുള്ള ചർച്ചകൾ ഇത്രയും പെട്ടെന്ന് എല്ലായിടത്തും പരക്കുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. ചില കഥകൾ പറയുന്നത് അവൻ ജാസ്മിൻ ഫ്ലെയിംസ്വർത്തിൻ്റെ പരിശീലകനാണെന്നാണ്. പക്ഷേ എനിക്കൊന്നും അത് വിശ്വസിക്കാൻ കഴിയുന്നില്ല. എനിക്ക് വിശ്വസിക്കാൻ കഴിയാത്ത മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അവൻ്റെ ആദ്യത്തെ പരീക്ഷയിൽ തന്നെ അവന് ബി ക്ലാസ് കിട്ടി. പിന്നീട് 2 വർഷങ്ങൾക്ക് ശേഷം അവൻ എ ക്ലാസ്സിലെത്തി. ഞാനിപ്പോഴും സി ക്ലാസ്സിലാണ്. പിന്നെ ടാർമാനി കഥകളൊക്കെ കേട്ടാൽ എന്തായാലും അസ്വസ്ഥനാകും. കാരണം അവനൊരു ബി ക്ലാസ് അഡ്വഞ്ചറാണ്. അവന് വേറൊരു ബി ക്ലാസ് അഡ്വഞ്ചറുടെ കഥകൾ കേൾക്കുമ്പോൾ എന്തായാലും ദേഷ്യം വരും. സോ അപ്പോൾ അവിടേക്ക് നമ്മുടെ ആർത്തർ വരുന്നു. അപ്പോൾ ടെർമാൻ പറയുന്നുണ്ട്, നീയാണല്ലേ ആ കുട്ടി എല്ലാവരും പറയുന്ന ആ മാസ്ക്ഡ് സോഴ്സ്മാൻ. അപ്പോൾ മറ്റാൾ മനസ്സിൽ ചിന്തിക്കുന്നുണ്ട്, ഇയാളല്ലേ ആ മാസ്ക്ഡ് സോഴ്സ്മാൻ? ഞങ്ങൾ ഇത്ര നേരം സംസാരിച്ചു കൊണ്ടിരുന്ന ആൾ, ഇയാളിപ്പോൾ ഇവിടെ എത്തിയിരിക്കുന്നു. ടെർമാൻ, നീ എന്താണ് ചെയ്യുന്നത്? അപ്പോൾ ടെർമാൻ ആർത്തറിനോട് ചോദിക്കുന്നുണ്ട്, എവിടെ നിൻ്റെ ഗാർഡിയൻ? അവളിന്ന് ലീവാണോ? അപ്പോൾ നമ്മുടെ ആർത്തർ അതൊന്നും മൈൻഡ് ചെയ്യാതെ നടന്നു പോകുന്നു. അപ്പോൾ ടെർമാൻ ചോദിക്കുന്നുണ്ട്, നീ എൻ്റെ മൈൻഡ് ചെയ്യുന്നില്ല അല്ലേ? നീ എന്താ വിചാരിച്ചത്? നീ എന്നേക്കാൾ സ്ട്രോങ് ആണെന്നോ? എന്ന് പറഞ്ഞിട്ട് ടെർമാൻ്റെ വാൾ ഉപയോഗിച്ചുകൊണ്ട് ആർത്തറിനെ അറ്റാക്ക് ചെയ്യാൻ നോക്കുന്നു. അപ്പോൾ നമ്മുടെ ആർത്തർ പെട്ടെന്ന് തന്നെ അതിന് മാറുന്നു. അപ്പോൾ ടെർമാൻ പറയുന്നുണ്ട്, ഞാനത് മിസ്സാക്കിയതാണോ അതോ അവനതിൽ നിന്ന് ഒഴിഞ്ഞു മാറിയതാണോ? അപ്പോൾ നമ്മുടെ ആർത്തർ ടെർമാനെ നോക്കുന്നുണ്ട്. അപ്പോൾ ടെർമാൻ നമ്മുടെ ആർത്തറിനെ വീണ്ടും അറ്റാക്ക് ചെയ്യുന്നു. ആ അറ്റാക്കിൽ നിന്നെല്ലാം നമ്മുടെ ആർത്തർ ഒഴിഞ്ഞു മാറുന്നു. അവസാനം നമ്മുടെ ആർത്തർ ടെർമാൻ്റെ 4 വിരലുകളും മുറിച്ച് കളയുന്നു. അപ്പോൾ ടെർമാൻ പറയുന്നുണ്ട്, നിനക്ക് എങ്ങനെ ധൈര്യം വന്നു? അപ്പോൾ നമ്മുടെ ആർത്തറിൻ്റെ അടുത്ത് നിന്ന് ഒരു പ്രത്യേകതര ഔറ പുറപ്പെടുന്നുണ്ട്. അത് കണ്ട് ടെർമാൻ ഷോക്കാവുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ആർത്തർ പറയുന്നുണ്ട്, കഴിഞ്ഞോ നിൻ്റെ കാര്യങ്ങൾ? പച്ച മലയാളത്തിൽ പറഞ്ഞാൽ നിൻ്റെ കഴപ്പങ്ങ് മാറിക്കിട്ടിയോ? സോ എന്നിട്ട് നമ്മുടെ ആർത്തർ അവിടെ ഉണ്ടായിരുന്നൊരു പെൺകുട്ടിയോട് പറയുന്നുണ്ട്, നോട്ടിൻ്റെ പേരിൽ ഇവിടെ വല്ല റേഷനും ഉണ്ടോ? അപ്പോൾ ആ പെൺകുട്ടി പറയുന്നുണ്ട്, ആ ഉണ്ട്, ഞാനിപ്പോൾ എടുത്തു തരാം. എന്നിട്ട് അവൻ്റെ റേഷനുമായിട്ട് പുറത്തോട്ട് വന്നു. അപ്പോൾ നമ്മുടെ ജാസ്മിൻ അവനെ കാത്തു നിൽക്കുന്നുണ്ട്. അപ്പോൾ ജാസ്മിൻ ചോദിക്കുന്നുണ്ട്, എന്താ ഇത്രയ്ക്ക് നേരം വൈകിയത്? അപ്പോൾ ആർത്തർ പറയുന്നുണ്ട്, ആ കടയിലുണ്ടായിരുന്ന പെൺകുട്ടി റേഷൻ എടുത്തു തരാൻ സമയമെടുത്തു. അപ്പോൾ നമ്മുടെ ജാസ്മിൻ ചോദിക്കുന്നുണ്ട്, ആർത്തർ, നിൻ്റെ മാസ്കിൽ എങ്ങനെ രക്തം വന്നത്? അപ്പോൾ ആർത്തർ പറയുന്നുണ്ട്, ഞാൻ വലിയ പ്രശ്നമൊന്നും ഉണ്ടാക്കിയിട്ടില്ല, അത് ചെറിയൊരു അടിയായിരുന്നു. സോ ഇവിടെ വെച്ചിട്ട് ഇതിൻ്റെ 57ാമത്തെ ചാപ്റ്റർ കഴിയുന്നു. സോ ഞാൻ എന്തിനാണ് ഈ വീഡിയോക്ക് ഇങ്ങനത്തെ ഒരു എൻഡിങ് കൊടുത്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇനി വരാൻ പോകുന്ന ചാപ്റ്റേഴ്സ് എല്ലാം കിഡു ചാപ്റ്റേഴ്സാണ്. അതുകൊണ്ട് ആ ചാപ്റ്റേഴ്സ് എല്ലാം ഒരൊറ്റ വീഡിയോയിൽ ചെയ്യാനാണ് ശ്രമിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ കുറച്ച് വെയിറ്റ് ചെയ്യേണ്ടി വരും. വെയിറ്റ് ചെയ്താലും വർത്തായിട്ടുള്ള സാധനമായിരിക്കും കിട്ടാൻ പോകുന്നത്. സോ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.